ഇന്നെന്താ കുർബാന താമസിച്ചാണ് തുടങ്ങിയത്? അതോ ആൽഫ്രഡ് അച്ഛന്റെ പ്രസംഗം നീണ്ടുപോയോ? ഇത്രയും വൈകാത്താണല്ലോ. എന്താ പപ്പ? വഴിയിൽ ഒരു അത്ഭുതം എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതോർത്ത് ചിരിച്ചതാ. അത്ഭുതോ? ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴല്ലേ അത്ഭുതം നടന്നു എന്ന് പറയാ. അതെ. അങ്ങനെ ഒന്നുണ്ടായി. നിന്റെ മകൾ എന്നെ കാണാൻ വന്നിരിക്കുന്നു. വെല്ലയോ? എന്താ കാര്യം? അവൾക്ക് വീണ്ടും നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹം മൂത്തിരിക്കുന്നു. എന്താ പറഞ്ഞത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അവളുടെ മനസ്സിൽ ഇപ്പോഴും മമ്മയോടും ഗ്രാൻഡ്പായോടും ഒക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെന്താ അവള് വീണ്ടും തിരിച്ചു പോയത്? അത് പിന്നെ അവളുടെ ബദ്ധശത്രുവിന്റെ ചെലവിലല്ലേ നമ്മളിവിടെ കഴിയുന്നത്. അപ്പൊ എങ്ങനെ അവളിവിടെ വന്ന് താമസിക്കുക? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കില് അവള് ജോലി ചെയ്ത് നമ്മളെ പോറ്റട്ടെ. അതല്ലേ അതിന്റെ ശരി. വേലയെടുത്ത് ജീവിക്കാനൊന്നും അവൾക്ക് പറ്റില്ലല്ലോ. അവൾ അവളുടെ പപ്പയെ പോലെ ആരെയെങ്കിലും കറ്റിച്ചും വഞ്ചിച്ചും അല്ലേ ജീവിക്കൂ. അത് തന്നെയാ അവളുടെ കുഴപ്പം. അങ്ങനെ ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാ അവൾ ഇവിടെ നിൽക്കാത്തത്. നീയും അവളും ഒരിക്കലും കൂട്ടിമുട്ടാത്ത പാരലൽ രേഖയെ പോലെ ആയാലെങ്ങനാ? അതാണ് അവളുടെ പരാതി. ഞാനും അവളെ പോലെ അവിടെ നിന്നാണ് പപ്പ പറയുന്നത്. അത് നടക്കില്ല എന്ന് അവൾക്കറിയാം. മമ്മയുടെ കൂടെയുള്ള ജീവിതം ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ സഹിച്ചു വരാൻ അവൾ തയ്യാറാണെന്ന്. ജീവിതകാലം മുഴുവൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ താമസിക്കുകയും ചെയ്യും. മുമ്പ് പറഞ്ഞ പോലെയൊന്നുമില്ല. ഇപ്രാവശ്യം അത് നടക്കും. ഉറപ്പായിട്ടും നടക്കും. എന്നോട് സത്യം ചെയ്തു. പക്ഷേ ഒരു ചെറിയ ഉപകാരം നീ അവൾക്ക് ചെയ്തു കൊടുക്കണം. എന്താ? കോടതിയിൽ ഉത്തരയ്ക്ക് വേണ്ടി നീ സാക്ഷി പറയണം. കൂടുതലൊന്നും വേണ്ട. ഉണ്ടായ സത്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ബെല്ല ഇവിടുത്തെ കുട്ടിയാ. എന്റെ മോള് എന്തു പറയുന്നു? അവൾ കരടത്തൊന്ന് പൊട്ടിക്കായിരുന്നില്ലേ പാപ്പയ്ക്ക്? ഞാൻ ഉത്തരയും തമ്മിൽ എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെയാ അവൾ ഇവിടെ കാട്ടിക്കൂട്ടിയത്? അത് കണ്ടുപിടിച്ചു കൊടുത്തിട്ട് ഉത്തര അവൾക്ക് എന്ത് കൊടുത്തു പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചില്ല. ഇതും അവളുടെ കൊട്ടേഷൻ ആവും. എന്തെങ്കിലും ലാഭമുള്ള കാര്യത്തിനല്ലാതെ അവൾ നമ്മളെ സ്നേഹിക്കാൻ വരില്ലല്ലോ. അത് ഉറപ്പല്ലേ? ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ വരാൻ ഒരു ഉളുപ്പും അവൾക്കില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് തോന്നിയിട്ടോ അതോ നീ ഞാനും ഒക്കെ പമ്പരവിഡ്ഢികളാണെന്ന് ധരിച്ചിട്ടോ? എന്താ അതിന്റെ അർത്ഥം? എനിക്ക് ഇതൊക്കെ കേട്ട് മേലൊക്കെ പെരുത്ത് കയറുക. ഇത് എന്നോട് വന്ന് ചോദിക്കാത്ത നന്നായി. വന്നിരുന്ന സ്വയം പറഞ്ഞ് ഞാൻ വല്ല അതിക്രമം ചെയ്തു പോയനെ. അതുകൊണ്ട് തന്നെയാ അവൾ നിന്നെ കാണാൻ വരാതിരുന്നത്. ഉത്തരയ്ക്ക് വേണ്ടി സാക്ഷി പറയണമെന്ന് എനിക്ക് തോന്നിയാ ഞാൻ അതിന് അവളുടെ റെക്കോർഡ് ഓഫർ ഒന്നും എനിക്ക് വേണ്ട. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. ഒന്ന്, ഉത്തരയുമായിട്ടുള്ള പരിഭവം മാറിക്കിട്ടും. രണ്ട്, പഴയ ബെല്ലയായിട്ട് അവൾ നിന്റെ അടുത്ത് തിരിച്ചു വരികയും ചെയ്യും. അവളുടെ തിരിച്ചു വരവ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാ. അച്ഛൻ അവനോട് പലവട്ടം വിലപേശിയിട്ടുണ്ട്. ഓരോ തവണയും അവളെ ഞാൻ വിശ്വസിച്ചത് ഞാനൊരു വിഡ്ഢിയായിട്ടല്ല, അവളോട് സ്നേഹം ഉള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കി ഒരു തിരിച്ചു വരവ് ഇനി ഞാൻ ആഗ്രഹിക്കണില്ല. അതൊരുപാട് ദൂരെയാ. എന്റെ ഇനിയുള്ള ആയുസ്സിനും അപ്പുറത്ത്. അല്ല, അവളോട് ഞാൻ എന്താ പറയേണ്ടത്? കോടതിയിൽ ഉത്തരയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞേക്ക് പപ്പ. അക്കാര്യവും പറഞ്ഞുകൊണ്ട് എന്റെ കൺവറ്റത്ത് വരാതിരിക്കുക അവൾക്ക് നല്ലത്. ഞാനും ഉദ്ദേശിച്ച മറുപടി ഇത് തന്നെയാ. പക്ഷെ സൂക്ഷിക്കണം പോലെ. കേസ് ജയിക്കാൻ ഇതേ വഴിയുള്ളൂ എന്നവൾക്കറിയാം. അതുകൊണ്ട് മാത്രം നാണം കെട്ടും അവൾ എന്നെ കാണാൻ വന്നത്. നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ അവൾ എന്ത് വേലും ചെയ്യും. കരുതിയിരിക്കണം നീ.
ഉത്തരയുന്ന പെണ്ണിന് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തത്തിന് നീയും പപ്പി മാത്രമാ സാക്ഷികൾ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് അറിഞ്ഞിട്ടും നീ എന്നോട് പറഞ്ഞില്ല. കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും നീ അവളെ എനിക്ക് കാണിച്ചു തന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ തമ്മിൽ ഇങ്ങനെ അകന്നു പോയത്. അവളെ നേടാനുള്ള ഓട്ട് ഞാൻ എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. അത് നീ എനിക്ക് നിഷേധിക്കാണോ നിമ്മി? ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് ജ്യോതി എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നീ എന്റെ പപ്പയും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കേസിൽ ഞാൻ തോറ്റുപോകും. എനിക്ക് എന്റെ മോളെ ഒരിക്കലും കിട്ടില്ല. നീ എന്നെ സഹായിച്ചേ പറ്റൂ. പകരം എന്ത് വേണം നിനക്ക്? ഫസ്റ്റ് ടച്ച് അവതരിപ്പിക്കുന്നു അമ്മക്കിളി, പവേർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ഈ മുടിക്ക് കറുത്ത നിറം നൽകുന്ന മെലാനിന്റെ അളവ് കുറയുമ്പോഴാണ് എന്ത് വേണം നിനക്ക്? നിമ്മി, എന്റെ സമ്പാദ്യം മുഴുവനും നിനക്ക് തരാൻ ഞാൻ. എനിക്ക് എന്റെ മോളെ വേണം. താണ് സംഭവങ്ങൾ കോടതിയിൽ പറയണം. പ്ലീസ്, നീ നിന്റെ കാല് പിടിക്കാൻ ഞാൻ. എന്നെ കൂടാതെ നിനക്ക് നിന്റെ മോളെ നേടാൻ ഉറപ്പ് കിട്ടിയത് കൊണ്ടല്ലേ നീ എന്നെ വിട്ടുപോയത്, അല്ലേ? നീയും നിന്റെ മോളും തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവളാണോ ഞാൻ? അതാണോ നീ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അമ്മയുടെ മനസ്സിന്റെ ചൂടും വേവും ഒക്കെ എനിക്കും മനസ്സിലാവും. ലോകത്ത് മറ്റാരേക്കാളും നിന്നെ സ്നേഹിച്ചവളാ ഞാൻ. ഞാൻ നിന്നെ ചതിക്കുമെന്ന് അവള് പറഞ്ഞപ്പോ നീ അതങ്ങ് വിശ്വസിച്ചു. എന്നെ ശത്രുപക്ഷത്ത് നിർത്തി, അല്ലേ? എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടാനുള്ള ഭ്രാന്തായി പോയി നിമ്മി. ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാനത് വിശ്വസിക്കില്ല. ഈ കാര്യത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ സഹായിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാ നീ എന്നിട്ട് പോയത്. നീണ്ട 17 വർഷം നിന്റെ മോളെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിയവരവര്. അവരുടെ മനസ്സ് നോവാതെ ഒരിറ്റ ചോര പോലും പൊടിയാതെ നിന്റെ മോളെ പറിച്ചിട്ട് തരാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അത് നീ മനസ്സിലാക്കിയില്ല. ഒരു രാത്രി ഇരുട്ട് കിടക്കുന്ന സമയത്തിനുള്ളിൽ നിന്റെ മോളെ നേടാൻ വേണ്ടിയാ നീ അവരുടെ കൂടെ കൂടിയത്. ഇപ്പൊ എന്തായി? കേസ്, കോടതി, വക്കീലന്മാരുടെ പരിഹാസങ്ങൾ, കീറിമുറിച്ചുള്ള ചോദ്യങ്ങൾ, വാഗ്വാദങ്ങൾ, ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടായി. ഇത്രയൊക്കെ ആയിട്ടും കുട്ടിയെ കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഞാൻ പറഞ്ഞിട്ടാണോ നീ കേസ് കൊടുത്തത്? ആണോ? ഈ സംഭവത്തിന് ആകെയുള്ള സാക്ഷികൾ ഞങ്ങളാണെന്ന് നീ തന്നെ പറയുന്നു. ഞങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിയിട്ട് എന്ത് കരുതിയാ നീ തുനിഞ്ഞിറങ്ങിയത്? ഞാൻ ഡോക്ടർ ഹരിപ്രസാദിന്റെ കുടുംബത്തിന് ദ്രോഹമായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ലെന്നല്ലേ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നെ വിട്ടുപോയ എന്റെ കൂട്ടുകാരിയേക്കാൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി നിൽക്കാനാ എന്റെ തീരുമാനം. സാക്ഷികളോ തെളിവ് ഹാജരാക്കാനുണ്ടോ എന്ന് കേസ് കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കും. നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ എനിക്കും എന്റെ പപ്പയ്ക്കും സൗകര്യപ്പെടില്ല. ഇനി ഈ കാര്യം സംസാരിക്കാൻ ആരുമായിട്ടും ഒരു കൂടിക്കാഴ്ചയും വേണ്ട. മനസ്സിലായില്ലേ? ഇനി ഈ കാര്യം പറയാൻ നിന്റെ മുന്നിലേക്ക് ഞാൻ വരില്ല. പക്ഷേ ഒരിക്കൽ കൂടി നീ എന്നെ കാണും. ഈ കേസിൽ ഞാൻ തോറ്റാൽ, എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെട്ടാൽ, പിറ്റേന്ന് കണി കാണാൻ എന്റെ ശവം നിന്റെ വീട്ടുമുറ്റത്തുണ്ടാവും. ഇതൊത്തിരിയാ പറയുന്നേ, ഓർത്തു വെച്ചോ. ഇത് വലിയ അപകട മോളെ.